മീഡിയ വൺ വാർത്തയെ തുടർന്ന് സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പ്രതിസന്ധിക്ക് പരിഹാരം. ഇന്ന് ചേർന്ന മന്ത്രിതല യോഗത്തിലെ തീരുമാനപ്രകാരം അരി വിതരണം പുനരാരംഭിച്ചു. സപ്ലൈകോയ്ക്ക് നൽകാനുള്ള കുടിശ്ശിക ഉടൻ തന്നു തീർക്കാമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പിലാണ് പ്രശ്നപരിഹാരമായത്. ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഏറെ നാളായി വിദ്യാഭ്യാസ വകുപ്പിനെ വലയ്ക്കുന്നുണ്ട്. ഇത്തവണ സ്ഥിതി കുറച്ച് ഗൗരവമേറിയതായിരുന്നു. മാസം പകുതി പിന്നിട്ടിട്ടും ഫെബ്രുവരിയിലേക്കുള്ള അരി പല സ്കൂളുകളിലും എത്തിയില്ല. പഠിച്ചും കളിച്ചും തളർന്ന് അന്നമുണ്ണാൻ വരുന്ന കുരുന്നുകളോട് എന്തു പറയുമെന്ന ആദി അധ്യാപകരെ പ്രതിസന്ധിയിലാക്കി. ഇന്നലെ വരെ സമീപ വിദ്യാലയങ്ങളിൽ നിന്നും അരി കടം വാങ്ങി വിതരണം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം ചെയ്തു. പക്ഷേ നാളെ മുതൽ സമീപ വിദ്യാലയങ്ങളിൽ കടം നൽകാൻ പോലും അരി ഇല്ലാത്തൊരവസ്ഥയാണ് ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ നാളെ മുതൽ ഉച്ചഭക്ഷണം മുടങ്ങുന്ന അവസ്ഥയാണ് വിദ്യാലയങ്ങളിൽ നിലനിൽക്കുന്നത്. വിഷയം ഇന്ന് രാവിലെ മീഡിയ വൺ വാർത്തയാക്കി. വാർത്ത വന്ന് അധികം വൈകാതെ സർക്കാർ അടിയന്തര യോഗം വിളിച്ചു. വിദ്യാഭ്യാസ ഭക്ഷ്യവകുപ്പ് മന്ത്രിമാർ പങ്കെടുത്ത യോഗത്തിലാണ് പ്രശ്നപരിഹാരമുണ്ടായത്. സപ്ലൈകോയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകാനുള്ള 250 കോടി രൂപ കുടിശ്ശിക സമയബന്ധിതമായി തന്നു തീർക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പു നൽകി. തുടർന്ന് അടിയന്തരമായി ഇന്ന് തന്നെ എല്ലാ സ്കൂളുകളിലും അരിയെത്തിക്കാൻ ഭക്ഷ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി. ഗോപാൽ ശീലാസനൽ, മീഡിയ വൺ, തിരുവനന്തപുരം.